അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലർവില്ല പാഠപുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഷദ്ദിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഒരു അക്ഷരത്തിനെ കനപ്പിച്ച് ഉച്ചരിക്കുന്നതിന് വേണ്ടിയാണ് ഷദ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ഈ കാര്യം പഠിക്കാം. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതെന്താണ് വായിക്കുക? ദറാജത്ത്. ഇവിടെ റാഇന്റെ മുകളിൽ ചുവന്ന നിറത്തിൽ ഒരു പ്രത്യേക അടയാളം കണ്ടോ നിങ്ങൾ? ഇതാണ് ഷദ്. ഒരു അക്ഷരത്തിന് ഷദ് വന്നാൽ ആ അക്ഷരത്തിനെ കനപ്പിച്ച് ഇരട്ടി ശബ്ദത്തിലാണ് നാം പറയേണ്ടത്. റാഇന്റെ മുകളിൽ ഒരു ഫതഹ് മാത്രമേ ഉള്ളൂ എങ്കിൽ റാ എന്നാണ് വായിക്കുക. അതേ സ്ഥാനത്ത് ഷദ് കൂടിയുണ്ട് എങ്കിൽ ഇവിടെ നോക്കൂ, ദറാജത്ത്. അങ്ങനെ റാഇനെ കനപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഇത് നോക്കൂ, എന്താണ് വായിക്കുക? ഷ. എന്നാൽ ഇതോ? ഇത് എഴുതിയതിൽ ഒരു വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഷീനിന്റെ മുകളിൽ ഒരു പ്രത്യേക അടയാളം ഫതഹിന്റെ തൊട്ടു താഴെയായി എഴുതിയിരിക്കുന്നു. ഇതാണ് ഷദ്. ഇത് വായിക്കേണ്ടത് ഷ എന്നാണ്. ഇനി ഇത് നോക്കൂ, ഇത് ഫ. എന്നാൽ ഷദ് കൊടുത്തതോ ഫ. ഈ അക്ഷരം നോക്കൂ, ഇതെന്താണ്? നാം പഠിച്ചതാണ് ഖ. എന്നാൽ ഈ അക്ഷരത്തിന് ഷദ് കൊടുത്താലോ ഖ എന്ന് കനപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഈ അക്ഷരം നോക്കൂ, ഇത് വായിക്കേണ്ടത് സ എന്നാണ്. എന്നാൽ സ എന്ന അക്ഷരത്തിന് ഷദ് കൂടി കൊടുത്താലോ സ. അങ്ങനെ കനപ്പിച്ച് ഇരട്ടി ശബ്ദത്തിലാണ് ആ അക്ഷരം ഒഴിയേണ്ടത്. ഈ അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. ബി, ടി, സി, ഡി. ഈ കള്ളിയിലുള്ള അക്ഷരങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി പരിശീലിക്കാം. റ, സി, വു, ഉമ്മുൻ. ഈ അക്ഷരങ്ങൾക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിങ്ങൾ ആ അക്ഷരങ്ങൾ ഷദ്ദോട് കൂടെ എഴുതി പരിശീലിക്കണം. കൂട്ടുകാരെ, ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിന്റെ 19-ാം പേജിന്റെ അവസാന ഭാഗത്ത് ഒരു ദിക്ർ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം ചൊല്ലേണ്ട ദിക്റാണത്. എന്താണത്? ആദ്യം നമുക്ക് ആ ദിക്ർ ഒന്ന് വായിക്കാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എപ്പോഴും വീട്ടിൽ നിന്ന് നാം ഇറങ്ങുമ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥന നടത്തണം. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, എൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചു. നീയാണ് ഏറ്റവും ശക്തിയുള്ളവൻ, അത്യുന്നതനും നീയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വേണം വീട്ടിൽ നിന്ന് നാം എപ്പോഴും പുറത്തിറങ്ങാൻ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.